ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ പെരട്ട് റെഡിയാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് അരക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വലിയ പീസായാലും സാരമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അതും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ടിത് ചൂട് പോയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ സെയിം പാൻ തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യം എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇത് 1 ടീസ്പൂൺ പെപ്പർ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇത് പൊടികൾ റോസ് സ്മെല്ലൊന്ന് പോയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി തക്കാളി ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു മിക്സിയിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് എന്നിട്ട് ഒരു ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ടിട്ട് ആ ഒരു ചിക്കനും അരപ്പും എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കുക. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാം ആ ഒരു ചാറെല്ലാം ഒന്ന് കുറുകി. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളൊന്ന് വറ്റിക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി വറ്റിച്ചെടുക്കാം. ഈ ഒരു ഇത് മതിയെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ അടിപൊളി ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് ഇനി മാറ്റാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.